എൻ്റെ പേര് സുബിൻ ബാലൻ. ഞാൻ ഒരു IT പ്രൊഫഷണലാണ്. ഇതാണ് എൻ്റെ പുതിയതായിട്ട് പണിഞ്ഞ വീട്. വീടിൻ്റെ പേര് കാസ കനവ്. കാസ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ ഹോം എന്നാണ് പറയുന്നത്. പിന്നെ കനവ്, പണ്ട് തൊട്ടേ വീട് വയ്ക്കുന്നെങ്കിൽ കനവെന്ന് വീട്ടുപേരിടണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാസ കനവ്, ഒരു മോഡേണും ഒരു ട്രോപ്പിക്കൽ അപ്രോച്ചും ചേർന്നാണ് ആ പേരിട്ടേക്കുന്നത്. പണ്ട് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഒരു ഹോം തിയേറ്റർ പണിയണമെന്ന്. ഞാനൊരു മൂവി ലവറാണ്. അപ്പം ഇഷ്ടംപോലെ സിനിമകളൊക്കെ നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ കാണാറുണ്ട്. അപ്പം അതിൻ്റെ ഫുൾ എഫക്റ്റോടെ കാണണമെങ്കിൽ ഇപ്പോൾ ഒരു ഹോം തിയേറ്റർ തന്നെ വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വീട് പണിയുമ്പോൾ എന്തായാലും ഹോം തിയേറ്റർ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് പലരെയും കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ റിവ്യൂസും എല്ലാം നോക്കിയാണ് അവസാനം ക്ലൈമാക്സ് സിനിമാസിൽ എത്തിച്ചേർന്നത്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ പോലെ തന്നെയും സുബിൻ സാർ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. എല്ലാവരെ പോലെ തന്നെയും അദ്ദേഹവും 1-2 ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിരുന്നു. അതിനുശേഷമാണ് ക്ലൈമാക്സ് സിനിമാസിലേക്ക് അദ്ദേഹം ഫൈനലാക്കുന്നത്. ഹായ്, എൻ്റെ പേര് ശിവാനി. ഞാൻ 8th ഗ്രേഡിലാണ് പഠിക്കുന്നത്. വീട് പണിയുന്ന സമയത്ത് തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു അച്ഛന് ഒരു ഹോം തിയേറ്റർ പണിയാൻ ആഗ്രഹമുണ്ടെന്ന്. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പണിഞ്ഞു തീർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് തിയേറ്ററിലുള്ള എക്സ്പീരിയൻസ് തന്നെ വീട്ടിലിരുന്ന് ഹോം തിയേറ്ററിൽ ലഭിക്കും. ക്ലൈമാക്സിൽ ഞാൻ ആദ്യമായിട്ട് റീച്ച് ഔട്ട് ചെയ്തപ്പോൾ റെസ്പോണ്ട് ചെയ്തത് അനന്തു ആയിരുന്നു. അങ്ങനെ അനന്തുവിനെ റീച്ച് ഔട്ട് ചെയ്ത് ഞാൻ എൻ്റെ കോൺഫിഗറേഷൻസ് എന്തൊക്കെ വേണമെന്നുള്ള അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഞാൻ അനന്തുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അനന്തു അതിന് ആവശ്യമായിട്ടുള്ള കോൺഫിഗറേഷനൊക്കെ തന്നു. അപ്പം ആദ്യം തൊട്ടേ അനന്തു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും ഓരോ സജഷൻസിലും ഓരോ ഇൻപുട്സ് പറയുന്ന എല്ലാം ആനന്ദ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ക്ലൈമാക്സ് സിനിമാസുമായിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാമെന്ന്. ഞാൻ ക്ലൈമാക്സ് സിനിമാസിനെ കോൺടാക്ട് ചെയ്തപ്പം തന്നെ മനസ്സിലൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ബഡ്ജറ്റിൽ തന്നെ എൻ്റെ വർക്ക് തീർക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കംപ്ലീറ്റ്ലി ഇൻവാൾവ് പാക്കേജ് വേണമെന്നുള്ളത്, അതായത് സ്പീക്കേഴ്സ് ഒന്നും വെളിയിൽ കാണാതെ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കൺസിഡറേഷൻ തന്നെയായിരുന്നു. പിന്നെ ഉള്ളതായിരുന്നു മെയിൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ്. അപ്പോൾ ക്വാളിറ്റിയിലൊട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബഡ്ജറ്റിൻ്റെ ലിമിറ്റ് നിന്നുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം ക്വാളിറ്റി പ്രോഡക്റ്റാണ് അവർ പ്രൊവൈഡ് ചെയ്ത് തന്നത്. അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലാണ് എനിക്ക് ക്ലൈമാക്സ് സിനിമാസ് എൻ പ്രോഡക്റ്റ് തന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുകയും അതിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുമാണ് എനിക്ക് ക്ലൈമാക്സ് സിനിമാസ് തന്നത്. റൂമിൻ്റെ ഡയമെൻഷനും അതുപോലെ തന്നെ മറ്റെല്ലാ പാരാമീറ്റേഴ്സും നോക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു 5.1.2 കൺഫിഗറേഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസൈനിങ് പ്രോസസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുബിൻ സാറെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു. അത് എനിക്കൊരു ന്യൂട്രൽ ടോൺ വേണം എന്നൊരു സജഷൻ അദ്ദേഹം നമ്മുടെ അടുത്ത് വെക്കുകയായിരുന്നു. ശേഷം നമ്മുടെ ഡിസൈനിങ് ടീം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ നമ്മൾ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു ഡിസൈനിൽ തന്നെ കസ്റ്റമർ ഓക്കെ ആയിരുന്നു. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളായാലും നമ്മളെല്ലാം കസ്റ്റമർ അപ്ഡേറ്റിന് ശേഷം മാത്രമാണ് നമ്മൾ ഫൈനലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിലായാലും നമുക്ക് മീൻവേല വർക്കിനിടയിലായാലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് ക്ലൈമാക്സ് സിനിമാസ് എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഹോം തിയേറ്റർ. എനിക്ക് 2-3 കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻവോൾവ് സ്പീക്കർ വേണമെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം അകത്ത് ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് ഒരെണ്ണം വേണമായിരുന്നു. പിന്നെ ഈസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ്. ഇപ്പം നിങ്ങൾ നോക്കിയാണെങ്കിൽ തന്നെ വോളും ഫ്ലോറും റൂഫും എല്ലാം നല്ല ന്യൂട്രൽ കളേഴ്സാണ്. അത് ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ കളേഴ്സാണ്. അതുകൂടാതെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പ്രൊജക്ടർ എന്ന 4K പ്രൊജക്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്, ബെൻക്യൂവിൻ്റെ പ്രൊജക്ടർ. പിന്നെ വേറൊരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ വോക്കൽ നല്ല ക്വാളിറ്റി വേണമെന്ന് ഞാൻ അനന്തുവിൻ്റെ അടുത്ത് സെപ്പറേറ്റ് പറഞ്ഞിരുന്നു. എൻ്റെ ഈ കൺസിഡറേഷൻ എല്ലാം പരിഗണിച്ച് അവർ നല്ലൊരു കോൺഫിഗറേഷനാണ് എനിക്ക് വേണ്ടി ചെയ്തു തന്നേക്കുന്നത്. ഏതൊരു കസ്റ്റമറും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് സൈറ്റ് വിസിറ്റ് തന്നെയാണ്. സുബിൻ സാർ നമ്മളെ കോൺടാക്ട് ചെയ്യും, നമ്മുടെ ടീം ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു 1 മന്ത് കൊണ്ട് നമുക്ക് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഈ വർക്കിൻ്റെ പ്രോഗ്രസ്സിലെ ഓരോ സ്റ്റേജിലും അനന്ത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഓരോ സ്റ്റാറ്റസും എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വാട്സപ്പ് വഴി. ഞാൻ ലൊക്കേഷനിലില്ലെങ്കിൽ സൈറ്റിലില്ലെങ്കിലും എനിക്ക് ഓരോ ദിവസവും ഓരോ അപ്ഡേറ്റും ഏതൊക്കെ ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സാമ്പിൾസ് വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുകയും അങ്ങനെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ടോട്ടൽ 1 മന്ത് കൊണ്ട് നമുക്ക് ഫുള്ളി ഫങ്ഷണലാക്കാൻ പറ്റി ഹോം തിയേറ്റർ. അതിന് ഞാൻ ക്ലൈമാക്സ് സിനിമാസിനോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. ഐ ആം വെരി ഹാപ്പി വിത്ത് ദ എൻ പ്രോഡക്റ്റ്. റൂമിൻ്റെ ഡയമെൻഷനും സാറിൻ്റെ സജഷനും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലൈമാക്സ് ടീം ഒരു ക്ലിപ്ഷിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഇൻവോൾവ് സ്പീക്കർ പാക്കേജ് സാറിന് സജസ്റ്റ് ചെയ്യുന്നത്. ഇൻവോൾവ് സ്പീക്കേഴ്സിനൊപ്പം നമ്മളോട് കൊടുത്തിരിക്കുന്നത് ബെൻക്യൂവിൻ്റെ തന്നെ ഒരു 4K പ്രൊജക്റ്റും അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇവിടെ റീസെൻ്റ് ആയിട്ടൊരു ഫിലിം കണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റിയും
ഇവിടുത്തെ ആംബിയൻസ് ആണെങ്കിലൊക്കെ എല്ലാം നല്ലതായിരുന്നു. ഞാൻ എക്സ്പീരിയൻസ് ശരിക്കും എൻജോയ് ചെയ്തു. എൻ്റെ ഫ്രണ്ട്സും ഇവിടെ വന്നപ്പോൾ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓവറോൾ ഈ തിയേറ്ററിൽ വന്നിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഐ എം വെരി താങ്ക്ഫുൾ ടു ക്ലൈമാക്സ് സിനിമാസ് ഫോർ ഗിവിംഗ് മീ സച്ച് എ നൈസ് ഹോം തിയേറ്റർ. ഈ ഒരു റൂമിന് ഡയമെൻഷൻ വരുന്നത് 15 ഫീറ്റ് ലെങ്ത്തും അതുപോലെ 10 ഫീറ്റ് വിഡ്ത്തുമാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ക്ലിപ്സ് സ്പീക്കർ പാക്കേജാണ്. ഫ്രണ്ട് LCRലെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്ലിപ്ഷിൻ്റെ തന്നെ DS250 LCR എന്ന മോഡലാണ്. സൈഡ് സറൗണ്ടായി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ക്ലിപ്ഷിൻ്റെ CS16W എന്ന മോഡലാണ്. അതേപോലെ അറ്റ്മോസിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ക്ലിപ്ഷിൻ്റെ തന്നെ CS16C2 എന്ന് പറയുന്ന മോഡലാണ്. സബ്വൂഫറിനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പോൾക്കോഡിൻ്റെ തന്നെ HTS10 എന്ന് പറയുന്ന സബ്വൂഫറാണ്. പ്രൊജക്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻക്യൂവിൻ്റെ TK700 എന്ന് പറയുന്ന ഒരു 4K മോഡലാണ് നമ്മളിവിടെ പ്രൊജക്ടറിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തിയേറ്ററിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് L8ൻ്റെ തന്നെ EPV സെക്ടറിൽപ്പെട്ട സ്ക്രീനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 4K വിഷ്വൽ ക്വാളിറ്റി പ്രോപ്പർലി കിട്ടുന്ന രീതിക്കാണ് ഈ ഒരു തിയേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീനിൻ്റെ കാര്യത്തിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ L8ൻ്റെ EPV സെക്ടറിൽപ്പെട്ട സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അക്യുറേറ്റ് കളർ ഫിഡിലിറ്റി, അതേപോലെ അതിൻ്റെ ഗെയിൻ വരുന്നത് 1.25 ആണ്. അപ്പോൾ അത്രയും സ്പെക്ലോഡർ ആയിട്ടൊരു സ്ക്രീൻ തന്നെയാണ് ഈ EPV സെക്ടർ സ്ക്രീൻ എന്ന് പറയുന്നത്. സൗണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വുഡൻ സ്ലൈഡ്സ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമല്ല ഒരു ഡിസൈൻ പർപ്പസ് കൂടിയായിട്ട് ഈ ഒരു തിയേറ്ററിൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നു. ഈവൻ യൂസ് ചെയ്തതിന് കേബിൾസ് അടക്കം എല്ലാം ബ്രാൻഡഡ് കേബിൾസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന AVR എന്ന് പറയുന്നത് ഡെനോണിൻ്റെ തന്നെ 1800 എന്ന് പറയുന്ന മോഡലാണ്. ഈ കാണുന്ന എലമെൻറ്റ്സ് എല്ലാം കംപ്രൈസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സുബിൻ സാറിന് അദ്ദേഹത്തിൻ്റെ ഡ്രീം തിയേറ്റർ നമ്മൾ സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 8 lakh rupees-ആണ്. അതായത് സ്പീക്കേഴ്സ്, പ്രൊജക്ടേഴ്സ്, സൗണ്ട് പ്രൂഫിംഗ്, ഇൻസ്റ്റലേഷൻ, സ്ക്രീൻ അടക്കം നമുക്ക് ചിലവായിരിക്കുന്നത് 8 lakh rupees-ആണ്. പല കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ബഡ്ജറ്റ് വീഡിയോയിൽ പറയുന്നില്ല എന്നുള്ളത്. എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ് ഓരോ റൂം അനുസരിച്ചിട്ടും ഓരോരുത്തരുടെ ഡയമെൻഷൻ അനുസരിച്ചിട്ടും യൂസ് ചെയ്യുന്ന മെറ്റീരിയലും സ്പെക്കും എല്ലാം അനുസരിച്ചും റൂമിൻ്റെ ബഡ്ജറ്റും എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ വീഡിയോയിൽ നമ്മൾ പ്രോപ്പർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്ലോസ് ചെയ്യാത്തുള്ളൂ. എനിക്കിങ്ങനെ ഒരു ഹോം തിയേറ്റർ പണിയെന്നുള്ള ഒരു ഐഡിയ വന്നപ്പോൾ തന്നെ ഞാൻ ഡിഫറെൻറ്റ് കമ്പനീസിനെ അപ്രോച്ച് ചെയ്തിരുന്നു. അങ്ങനെ ഗൂഗിളിലാണ് ആദ്യമേ ചെക്ക് ചെയ്ത് ഒത്തിരി റിവ്യൂസൊക്കെ പോയി പല കമ്പനികളെ കോൺടാക്ട് ചെയ്ത് അവരുടെ നിന്ന് കോട്ട് കിട്ടി. അപ്പോൾ ഞാൻ ക്ലൈമാക്സ് സിനിമാസിനെ കോൺടാക്ട് ചെയ്തപ്പം അവർ വളരെ ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്ത് പിന്നെ എൻ്റെ റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ട്യൂക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ തരികയൊക്കെ ചെയ്ത് കമ്പയർ ചെയ്യുമ്പം വേറെ വെൻഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ക്ലൈമാക്സ് സിനിമാസ് വാസ് വെരി ഈസിലി അപ്രോച്ചബിൾ ആൻഡ് ദേ വർ വെരി ക്വിക്ക് ഇൻ റെസ്പോണ്ടിങ് ആൻഡ് ഗെറ്റിംഗ് ദ ഓൾ തിങ്സ് ഡൺ വെരി ഫാസ്റ്റ്. സോ ഐ എം റിയലി thankful and I am very happy with the end product. I really recommend Climax Cinemas for your home theatre.